ഉച്ച സമയം കേട്ടോ, നല്ല മഴ. നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല ഒന്നാം തരം മഴയും നല്ല തണുപ്പും. അപ്പോൾ ഉച്ചയ്ക്ക് കഞ്ഞിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഞ്ഞി അടുപ്പേ കിടന്ന് തളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു മെഴുക്കുവരട്ടിയും ഒരു ചമ്മന്തിയോ പപ്പടം പൊരിച്ചതോ അച്ചാറോ എന്തെങ്കിലും. അപ്പോൾ മെയിനായിട്ടൊരു മെഴുക്കുവരട്ടി ഉണ്ട്. ബീട്രൂട്ട്, ക്യാരറ്റ്, ബീൻസ്, സവോള, പച്ചമുളക്, പിന്നെ കറിവേപ്പില, പിന്നെ കടുക്, എണ്ണ എല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാം കേട്ടോ, ഉച്ചക്കഞ്ഞിക്ക്. അപ്പോൾ ചൂട് കഞ്ഞിക്ക് നമുക്ക് 5-6 പപ്പടം കൂടെ പൊരിക്കാം കേട്ടോ. പപ്പടം പൊരിച്ചെടുത്തതിന് ശേഷം കടുകൊക്കെ ഇട്ട് നമുക്ക് ഈ മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ആദ്യം പപ്പടം പൊരിച്ച് വെക്കട്ടെ. നമ്മുടെ ബീട്രൂട്ട്, ക്യാരറ്റ്, ബീൻസ്, പച്ചമുളക് എല്ലാം കൂടിയിട്ടുള്ളൊരു മിക്സ്ഡ് വെജിറ്റബിൾ മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ ഇതും കൂടെ ചേർക്കാം നമുക്ക്. സവാളയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും. നമ്മുടെ കഞ്ഞിക്കുള്ള കൂട്ടുമെഴുക്കുവരട്ടി കേട്ടോ ഇത്. ചൂടൻ കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള കറി വെച്ച് വെച്ചിട്ടുണ്ട്. ഈ മഴ കാരണം കറണ്ടും ഇല്ല, ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ട് കറണ്ടില്ലാത്തതുകൊണ്ട് തന്നെ വെട്ടക്കുറവാണ്. എങ്കിലും നമ്മുടെ മെഴുക്കുവരട്ടി നന്നായിട്ട് എണ്ണയ്ക്കകത്ത് തന്നെ എടുത്തോട്ടെ. കാര്യം വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയൊക്കെ. എന്നാലും ഇച്ചിരി വെളിച്ചെണ്ണയ്ക്ക് തന്നെ പച്ചവെള്ളം ചേർക്കാതെ കൊണ്ട് വെള്ളമില്ലാത്ത മെഴുക്കുവരട്ടിയാണ്. എണ്ണയിൽ തന്നെ ഇട്ടൊന്ന് വഴറ്റി എടുക്കുകയാണെങ്കിൽ അതിനൊരു ടേസ്റ്റുണ്ട്. അതുകൊണ്ട് എണ്ണയ്ക്കകത്തിട്ട് ചെറുതാക്കി തീയും കൊടുത്ത് നന്നായിട്ട് വഴറ്റി എടുക്കട്ടെ. അപ്പോൾ കറണ്ട് വെട്ടം ഇല്ലെങ്കിലും അത്യാവശ്യം വെട്ടമുണ്ട് കേട്ടോ. ഇതുണ്ടോ, നമ്മൾ ഉച്ചക്കഞ്ഞി ചൂടോടെ കഞ്ഞി കുടിക്കാനിട്ട് ചൂട് കഞ്ഞിയാണ്. ഉപ്പൊക്കെ ഇട്ട് പപ്പടം പൊരിച്ച് വെച്ചിട്ടുണ്ട്. മെഴുക്കുവരട്ടി, അച്ചാർ. നമ്മൾ ഉണ്ടാക്കിയ അച്ചാറൊന്നുമല്ല, കടയിൽ നിന്ന് മേടിച്ച അച്ചാറാണ്. അപ്പോൾ വെട്ടമില്ലാത്തതുകൊണ്ട് മുറ്റത്ത് പുറത്ത് ഭയങ്കര മഴച്ചാറിലേക്കുന്നുണ്ട് അരകല്ലയിൽ. ഇതുണ്ടോ, ഭയങ്കര മഴ. അതുകൊണ്ട് അവിടെ നിന്ന് എനിക്ക് ചമ്മന്തി അരയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചമ്മന്തി ഇല്ല. ഞാൻ തേങ്ങാ ചമ്മന്തി അങ്ങോട്ട് ഒഴിവാക്കി. കണ്ടോ, മഴ കണ്ടോ, ഭയങ്കര മഴ, ഉറവ. നമ്മുടെ നാട്ടിലെ മഴയുടെ ശക്തി കാണണം.